ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമുക്കൊരു മാങ്ങാ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ ചിരുകിയത്, ഒരു ചെറിയ പച്ചമാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, 3-4 പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, 2-3 ചുവന്നുള്ളിയാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ തേങ്ങാ ചിരുവേത് ഇട്ട് കൊടുക്കുന്നില്ല, ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇന്നിവിടെ ഉച്ചയ്ക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അടുത്ത് ഉത്സവമുള്ളത് കൊണ്ട് തന്നെ മീൻകാരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മക്കൾക്ക് ചമ്മന്തി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് പച്ചമാങ്ങൻ്റെ ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത്. ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച തേങ്ങ ചിരുവേത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് നമ്മളെ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. മക്കൾക്ക് ലഞ്ച് ബോക്സിലും ഇത് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഈ ഒരു മാങ്ങാ ചമ്മന്തിൻ്റെ കൂടെ മുരിങ്ങാക്കറിയും അതുപോലെ പച്ചമാങ്ങ ഉപ്പിലിട്ടതും അച്ചാറും ഉണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള മുരിങ്ങാക്കറി ഞാനിത് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചമ്മന്തി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉമ്മ ഉണ്ടാക്കിയതാണ് അച്ചാറ്, ആ ഒരു അച്ചാറ് കൂടി കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.